എന്താ നമ്മുടെ ഇന്നത്തെ ഐറ്റം? ഫിഷ് ബ്രോസ്റ്റ്. എന്ത് ഫിഷാണ്? നത്തല് ബ്രോസ്റ്റ്. കുഞ്ഞു മീനുണ്ട് നത്തല്. ആ ഒരു മീനുണ്ട്. ഒരു അടിപൊളി ബ്രോസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ബ്രോസ്റ്റ് അല്ലേ? അടിപൊളി അല്ലേ? മുഴുവൊക്കെ നമുക്ക് എന്നെ തിന്നല്ലേ? അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഞാന് മീൻ മാർക്കറ്റിൽ പോയിട്ടാണ് മത്സ്യം വാങ്ങാറുള്ളത്. അപ്പൊ അവിടെ നല്ല നത്തൽ എന്ന് പറയും, ഞങ്ങളെ നാട്ടിൽ നത്തൽ എന്ന് പറയും. അപ്പൊ ഞാനൊരു 2 കിലോ വാങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 1/2 കിലോ നമ്മളെ ഇവിടെ വീട്ടിൽ സഹായത്തിന് വരുന്ന സ്ത്രീ ഉണ്ട്, അവര് നേരാക്കി തന്നതാണ്. ആകെ 1/2 കിലോ ആണ്. ഇത് 2 പ്ലേറ്റിലാക്കി വെച്ചാണ്. അതിലേക്ക് ഒരു 6 പീസ് വെളുത്തുള്ളിയും 2 പച്ചമുളകും പിന്നെ ഉപ്പും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഒരു സ്വല്പം വെള്ളം പാർന്നിട്ട് തിരക്കണം. ആവശ്യത്തിന് ഉപ്പിടണം. അധികം വെള്ളം ആയിപ്പോകരുത്. അത് ആദ്യം കുറച്ച് ഒറ്റിച്ച് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ അത് അരച്ച് വെക്കുക. ഇനി ഞാനിതിന് 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഹാഫ് പാർട്ടാണ് ഈ കാണുന്നത്. അതായത് ഒരു 250 ഗ്രാമാണിത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് പറയാം എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, അധികം വെക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സ്വല്പം കൂടി ഞാൻ ഒറ്റിച്ചിട്ടുണ്ട്. അതവിടെ അടച്ച് മാറ്റി വെക്കുക. ഉപ്പ് അധികം ആയിപ്പോയത്, ഉപ്പ് അധികം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്വല്പം ഉപ്പും. ഉപ്പ് അധികം ആയിപ്പോവണ്ട. അതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച ആ മിക്സിങ് കുറച്ച് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി അഥവാ കുറച്ച് ടൈറ്റായി തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം വേണമെങ്കിൽ കൂട്ടാം. ഇതവിടെ മിക്സ് ചെയ്ത്, ഇതൊരു നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രോസ്റ്റ് മസാലയാണ്. മറ്റേത് നമ്മുടെ ഒറിജിനൽ വിദേശ ബ്രോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ശരിക്കും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതും ഇതുപോലെ അടച്ചു വെക്കുന്നുണ്ട്. ക്ലീനാക്കി കഴിഞ്ഞ ഉടനെ തന്നെ വേണമെങ്കിൽ സ്വല്പം ഉപ്പ് അതിലേക്ക് പുരട്ടി വെക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ മൈദപ്പൊടി ഒരു പ്ലേറ്റിൽ കുറച്ചുകൊണ്ട് വിതറിയിട്ടിട്ടുണ്ട്. ഞാൻ അതേപോലെ കംപ്ലീറ്റ് ഒന്ന് പരത്തി വെക്കുക എല്ലാ ഭാഗവും. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്ത മിക്സ് ഉണ്ട്, എരിവില്ലാത്ത മുളക് പൊടി ഇല്ലാത്ത, അത് ഇതിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗവും പരത്തിയിടുക. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ 1 ട്രിപ്പോ അല്ലെങ്കിൽ 2 ട്രിപ്പോ ഒക്കെ ആയിട്ട്. ഇപ്പോൾ എൻ്റെ ഒറ്റ ട്രിപ്പിൽ തന്നെ കംപ്ലീറ്റ് ഇതിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ കൈ കംപ്ലീറ്റ് കഴുകി ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഒരേ സമയം. ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി വെക്കണം. ഇതേപോലെ നല്ലോണം ആക്കി വെക്കുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുക. ഇതിൽ ബാക്കി വരുന്ന മിക്സ് പൊടി മാറ്റി വെച്ചാൽ മതി, കാരണം നമ്മൾ മസാല പുരട്ടിയതിലൊക്കെ ഒഴിക്കണം. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു ഫ്രൈയിങ് പാനാണ് വെച്ചിട്ടുള്ളത്. നല്ല ചൂട് ആയി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അതിൽ എണ്ണ ചൂടായ ഉടനെ തന്നെ നല്ല ഹൈ ചൂടിലിടുക. കംപ്ലീറ്റ് എല്ലാം അത് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഒന്ന് ചൂട് കുറച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ശരിക്കും കംപ്ലീറ്റ് ഇളക്കുക, എല്ലാ ഭാഗവും ഇളക്കിയിട്ട് പിന്നെ നിങ്ങൾ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ പൊരിക്കുക. ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും. അപ്പോൾ അതോടെ നമുക്കിത് വെന്തിട്ടുണ്ട് എന്നറിയാൻ കഴിയും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു പ്ലേറ്റിലേക്ക് നമ്മളെ ബാക്കിയുള്ള എരിവുള്ള മസാല ഇതിട്ട്, എനിക്ക് എരിവുള്ളതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ബ്രോസ്റ്റിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ എരിവൊന്നും മുളക് പൊടിയൊന്നും ഇല്ലാത്തതാണ് പറ്റുക. ഇതേപോലെ കംപ്ലീറ്റ് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും. മറ്റേ ചെയ്ത അതേ പരിപാടികൾ തന്നെ ഇതിലും ചെയ്യുക. ശരിക്കും ഇട്ട് മിക്സ് ചെയ്യുക. ഇത് പൊരിക്കുന്നതിനോട് അടുപ്പിച്ച് തന്നെ ചെയ്താൽ മതി. ഇത് മുൻകൂട്ടി ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെക്കണം എന്നില്ല, ഞാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉത്തമം ഈ പൊരിക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഇതിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ അങ്ങോട്ട് വിതറുക. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചെറുത് ഒട്ടി പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇട്ടത് കംപ്ലീറ്റ് ഏകദേശം വെന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഇങ്ങനെ വരും. അപ്പം നമുക്ക് അത് അങ്ങോട്ടേക്ക് കോരിയെടുക്കുക.
ആദ്യം ഇതൊന്ന് പൊരിക്കുകയാണ് ഏറ്റവും ഉത്തമം. മറ്റേ മസാലയുള്ള പൊരിക്കൽ സെക്കൻഡ് ട്രിപ്പായിട്ട് പൊരിക്കുകയാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെ മസാല പിടിച്ചാടും. ഇത് കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വൈറ്റ് കളർ ഉണ്ടാവും ഉള്ളിൽ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പം ഇനി മറ്റേതിലേക്ക് ഞാൻ നമ്മുടെ മസാല ഇടാൻ പോവാണ്. ഇതിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മറ്റേതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇത് നമ്മളൊരു കേരളക്കാരുടെ ഒരു ടേസ്റ്റാണ്. കാരണം പുറത്തുനിന്ന് ബ്രോസ്റ്റ് കഴിക്കാത്ത ആളുകൾക്ക് ഇത് ടേസ്റ്റ് പിടിക്കും. പക്ഷെ മറ്റേതാണ് ഒറിജിനൽ ബ്രോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാകുക. നല്ല ചൂടാക്കി വെച്ച ശേഷം പിന്നെ ഒന്ന് ചൂട് കുറക്കുക. ഇതുപോലെ നിങ്ങൾ പൊരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ഈ ബ്രോസ്റ്റ് പോലെ ഈ ചെറിയ മീൻ ഉണ്ടാക്കുക. ഇത് മീൻ നേരാക്കാൻ വലിയ പണിയൊന്നുമില്ല. തല ഒന്നിങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കഴിയും. ഈ മുള്ളോടെ നമുക്ക് ചവച്ചിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പം അതുപോലെ നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളെ ചാനലുണ്ട്. ഇതൊരു പ്ലേറ്റ്, പിന്നെ മറ്റേതൊരു പ്ലേറ്റ്. ഇത് ഇതേപോലെ ഉൾഭാഗം ചെറിയൊരു മസാല ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അങ്ങനെ 2 പ്ലേറ്റ് 1/2 കിലോ ആണിത്. അപ്പം വെറൈറ്റി ഫുഡുകളും ഒരുപാട് യാത്രകളൊക്കെ നമ്മളെ ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.